സ്വകാര്യ സർവകലാശാല അനുമതി ലഭിച്ചതോടെ കേരളത്തിലേക്ക് എത്താൻ താൽപര്യം പ്രകടിപ്പിച്ച് പ്രമുഖ സർവകലാശാലകൾ. അസിം പ്രേംജി സർവകലാശാല, ലവ്ലി പ്രൊഫഷണൽ, അമിറ്റി അടക്കമുള്ള സർവകലാശാലകളാണ് കേരളത്തിലേക്ക് എത്തുക. സ്വകാര്യ സർവകലാശാല ബിൽ സഭയിൽ എപ്പോൾ അവതരിപ്പിക്കുമെന്നതിൽ നാളെ തീരുമാനമുണ്ടാകും. സേഫ് സെയിൻ ലാബ്ദേൻ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സേഫ്, ബില്ല് അതായത് സഭയിൽ എപ്പോൾ വെക്കണം എന്നതിന് മുൻപ് തന്നെ കൂടുതൽ സർവകലാശാലകളൊക്കെ കേരളത്തിലേക്ക് എത്തുന്നു എന്ന വാർത്തയാണ് വരുന്നത്. എന്താണ് അപ്ഡേറ്റ്സ്? കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള തീരുമാനം ഇന്നലത്തെ മന്ത്രിസഭാ യോഗമാണ് എടുത്തത്. അതിന് മുന്നോടിയായി തന്നെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സ്വകാര്യ സർവകലാശാലകൾ കേരളത്തെ താൽപര്യം അറിയിച്ചുകൊണ്ട് സമീപിച്ചിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അസിം പ്രേംജി സർവകലാശാല, ലവ്ലി പ്രൊഫഷണൽ, അമിറ്റി എന്നീ തുടങ്ങി ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സ്വകാര്യ സർവകലാശാലകളാണ് കേരളത്തെ സമീപിച്ചിരിക്കുന്നത്. അത് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. വിവിധ തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിച്ച് വരികയാണ്. അന്തിമ തീരുമാനം വരും സമയങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഇതൊരു ബില്ലായി വരേണ്ടതുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ചതാണ്. അത് ആ ബില്ല് എന്ന് കൊണ്ടുവരണം എന്നുള്ളത് കാര്യോപദേശക സമിതിയാണ് തീരുമാനിക്കുന്നത്. കാര്യോപദേശക സമിതി നാളെ ചേർന്നുകൊണ്ട് ഈ ബില്ല് ഏത് ദിവസം അവതരിപ്പിക്കണം എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ശരി, സേഫ്.